വിവിധ ടൈം സോണുകളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വരുന്നതായ പ്രതികൂലങ്ങളുടെ നടുവിലും മാനുഷിക വാക്കുകളും മാനുഷിക ആശ്വാസങ്ങളും പലപ്പോഴും വ്യർത്ഥമായി മാറാറുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുവാനും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആശ്വാസം പകരുവാനും അവൻ്റെ ജീവിതത്തിന് പുത്തൻ ഉന്മേഷം നൽകിത്തരുവാനും അവൻ്റെ ജീവിതത്തെ ഉറപ്പിക്കുവാനും പര്യാപ്തമായിരിക്കുന്നത് ദൈവവചനം ഒന്നു മാത്രമാണ്. മാനുഷിക വാക്കുകൾ പലപ്പോഴും ഹൃദയത്തെ തണുപ്പിക്കും വണ്ണം നമ്മളോട് സംസാരിക്കുമ്പോഴും അതിൻ്റെ അകത്തു നിന്നും കൈപ്പേറിയ വാക്കുകൾ നമ്മെ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അകത്തു നിന്നും ദൈവാത്മാവ് നമ്മളോട് വ്യക്തവും ശക്തവുമായിട്ട് സംസാരിക്കുമ്പോൾ, മാനുഷിക വാക്കുകൾ നമ്മളെ തളർത്തുമ്പോൾ ദൈവിക വാക്കുകളും ദൈവവചനവും നമ്മെ എപ്പോഴും പണിയുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് പകൽക്കാലം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുമായി എനിക്ക് കൈമാറുവാനുള്ളത്, ദൈവാത്മാവ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നമേ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രകാശിപ്പിച്ചൊരു വേദവാക്യം ഇങ്ങനെയാണ്. 1 പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: നിങ്ങളുടെ പ്രവാസകാലം അത് ഭയത്തോടെ കഴിപ്പിൻ. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട്, ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ചില വേദവചന സത്യങ്ങൾ നിങ്ങളുമായി കൈമാറി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ഈ പകലിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പുതിയ നിയമപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഉപദേശ സംബന്ധമായ കാര്യങ്ങളും ജീവിതത്തിൻ്റെ അകത്ത്, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത്, കുടുംബജീവിതത്തിൻ്റെ അകത്ത്, സാമൂഹികപരമായ ജീവിതത്തിൻ്റെ അകത്ത്, ധാർമ്മികമായും ആത്മീകമായും നാം ഓരോരുത്തരും നിഷ്കഷ്ടിക്കേണ്ടതായ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണം, എങ്ങനെ നമ്മെ നിത്യതയിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരുക്കത്തെക്കുറിച്ചെല്ലാം ലേഖനങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾക്ക് ശേഷമായിട്ട് പല വ്യക്തികൾ എഴുതിയതായ പത്രോസ്, യോഹന്നാൻ, യൂദ, അങ്ങനെ പല വ്യക്തികൾ എഴുതിയതായ ലേഖനങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളെ ഒന്ന് തൊട്ടുവിട്ട് വായിച്ച വാക്യത്തിലേക്ക് കടന്ന് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗലീല കടലിൻ്റെ വടക്കേ അറ്റത്തായിട്ട് ബെത്സൈദയ്ക്കടുക്കൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു മുക്കുവ കുടുംബത്തിൻ്റെ അകത്ത് ജനിച്ച് വളർത്തപ്പെട്ട, എഴുത്തും വായനയും കഷ്ടി അറിയാവുന്ന ഒരു മുക്കുവനായിട്ട് വളർത്തപ്പെട്ട് രാവന്തിയോളം കടലിൽ പോയി പണിയെടുത്ത് കിട്ടുന്ന മത്സ്യം അത് വിറ്റ് ഉപജീവനം കഴിച്ചുകൊണ്ട് മത്സ്യത്തിൻ്റെ രൂക്ഷഗന്ധം ശരീരത്തിൽ വമിച്ചുകൊണ്ടിരുന്ന ഒരു മുക്കുവ ചെറുക്കനാണ് ഈ പത്രോസ് എന്ന് പറയുന്നത്. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പുതിയ നിയമം പഠിച്ചു കഴിയുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും അത് വ്യക്തവും ശക്തവുമായി അറിയാവുന്ന കാര്യം തന്നെയാണ്. യേശുവിനെ തള്ളിക്കളഞ്ഞവനായ പത്രോസ്, കണ്ണുനീർ പൊഴിച്ച പത്രോസ്, യേശുവിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച പത്രോസ് ഉപയോഗിക്കപ്പെടുന്നതും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് സുവിശേഷ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പത്രോസ് തൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഇങ്ങനെ താഴത്തോട്ട് പോരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം ഇപ്രകാരമാണ്: ആ പത്രോസ് എഴുതിയ ലേഖനത്തെ ഒന്ന് പഠിക്കുമ്പോൾ അവിടെ പരദേശികൾക്കായി എഴുതുന്ന ലേഖനമെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ലേഖനത്തെ ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ലേഖനം അപ്രകാരം ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കായി എഴുതി എന്ന് പറഞ്ഞ് താഴത്തേക്ക് പോരുമ്പോഴാണ് നമുക്ക് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ കാണുവാൻ കഴിയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം അത് നിങ്ങൾ ഭയത്തോടെ കഴിക്കണം. ന്യൂറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൻ്റെ അകത്ത് റോമൻ ഭരണാധികാരികളുടെ ക്രൂരമായ പീഡനങ്ങളുടെ നടുവിൽ, ഈ കൊടൂരമായ പീഡനങ്ങളുടെ നടുവിൽ ക്രിസ്ത്യാനികളായിരുന്നവർ പലരും ക്രിസ്തുവിനെ മുറുകെ പിടിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരുടെ ഛേദനയേറ്റ ശരീരങ്ങൾ നിലം പതിച്ചിട്ടുണ്ട്. അനേകർ രക്തം ചൊരിഞ്ഞു, അനേകർക്ക് കുടുംബം നഷ്ടമായി, മക്കൾക്ക് അപ്പനെ നഷ്ടമായി, അപ്പന് മക്കളെ നഷ്ടമായി, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടമായി, ഭർത്താവിന് ഭാര്യയെ നഷ്ടമായി, ചിലർക്ക് അവരുടെ വിളനിലങ്ങൾ നഷ്ടമായി. ഇങ്ങനെ നഷ്ടങ്ങളുടെ വലിയ കണക്കുകൾ അവിടെ നിരത്തി കാണിക്കുവാൻ ചരിത്രത്തിൻ്റെ താളുകളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. നഷ്ടങ്ങളുടെ വലിയ പട്ടികകൾ തന്നെ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വന്നപ്പോഴും ഒരു കൂട്ടം ക്രിസ്ത്യാനികളായിരുന്നവർ അവർ മുറുകെ പിടിച്ച വിശ്വാസത്തെ തള്ളിക്കളയാതെ വണ്ണം ക്രിസ്തുവിന് വേണ്ടി നിലനിന്ന ചരിത്രവും പിൻകാലത്തിൽ രക്തത്താൽ ചാലിച്ച ചുമരിന്മേൽ എഴുതിയിട്ടത് ചരിത്രത്തിന്റെ താളുകളിൽ ഞാനും നിങ്ങളും ഓരോരുത്തരും വായിച്ചിറങ്ങിയിട്ടുണ്ടായിരിക്കാം. രക്തം ചിരിഞ്ഞിട്ടും രക്തം ചിന്തിയിട്ടും തെരുക്കോണുകളിൽ പന്തത്തിന് പകരമായിട്ട് ഓരോ ക്രിസ്ത്യാനികളെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞിട്ടും വന്യമൃഗങ്ങളുടെയും വന്യജീവികളുടെയും മുമ്പിലേക്ക് ആട്ടിൻ തോലുകൾ പോലും ധരിപ്പിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച ക്രിസ്ത്യാനികളെ വലിച്ചെറിയുമ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ അകത്തൊറ്റ പ്രത്യാശയുണ്ടായിരുന്നു, ഞാൻ പ്രിയമച്ചി എൻ്റെ രക്ഷിതാവിൻ്റെ കൂടെ ഞാനങ്ങ് പർദീസയിൽ വാഴുവാൻ പോകുകയാണ്. ഇഹത്തിൽ നിന്ന് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും, ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ വേർവിട്ടു പോയാലും, ഞാൻ കാത്തിരുന്ന, ഞാൻ പ്രത്യാശ വെച്ച എൻ്റെ ക്രിസ്തുവിനെ എനിക്കൊന്ന് കാണുവാൻ കഴിയുമല്ലോ. എനിക്ക് വേണ്ടി കാൽവരിയുടെ ആ ഗിരിമുകളിൽ മൂന്നാണിമേൽ തൂങ്ങപ്പെട്ട, തലയിൽ മുൾക്കിരീടം വഹിച്ച, ആട്ടും തുപ്പുമേറ്റിട്ട് കാൽവരിയുടെ ഗിരിമുകളിലേക്ക് കടന്നുപോയി എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം പാതാളമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ ജയമെവിടെ എന്നുറക്കെ ചോദിച്ചുകൊണ്ട് ഉലക ചരിത്രത്തിൽ ഉയർത്തെഴുന്നാറ്റ എൻ്റെ പാപത്തിൻ്റെ വിമോചകനായ, എനിക്ക് നിത്യതയൊരുക്കുവാൻ വേണ്ടി ഉയരങ്ങളിലേക്ക് പോയ എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണുവാൻ കഴിയുമല്ലോ. ക്രിസ്തുവിനോട് ചേർന്നുള്ള വാസം എനിക്കും അനുഭവിക്കാൻ കഴിയുമല്ലോ എന്നോർത്തപ്പോൾ ഈ കഷ്ടതയുടെ നടുവിലും, ഈ പ്രതിസന്ധിയുടെ നടുവിലും, ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും, നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിലും ഒരു കൂട്ടം വിശുദ്ധർ വിശ്വസ്തയോടെ നിന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അനേകർ വിശ്വാസത്തിനു വേണ്ടി അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ അകത്ത് ഒരു കൂട്ടം ആളുകൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസത്തെ തള്ളിയിട്ട് കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടവനായ അഖിലാണ്ടത്തിൻ്റെ നായകനും അഖില പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവുമായ യേശു ക്രിസ്തുവിനെ, ശ്രീ യേശുനാഥനെ തള്ളിക്കളഞ്ഞു പോയ ചരിത്രവും ചരിത്ര താളുകളിൽ തൂലികയാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് പീഡനത്തിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരു വിജാതീയ ക്രിസ്ത്യാനികൾക്കു വേണ്ടിയാണ് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം എഴുതി അയക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രവാസത്തിൽ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ഒരു ജനത്തെ നോക്കിക്കൊണ്ടല്ല ഈ പത്രോസ് ലേഖനം എഴുതുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടിമത്തങ്ങൾ അവരുടെ ദിനചര്യകളായി മാറിക്കൊണ്ടിരുന്ന കാലഘട്ടം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ മലാഖി പ്രവാചകന്റെ പുസ്തകം വരെ നമ്മിങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തങ്ങളും അടിമത്തത്തിൽ നിന്നുള്ള വിടുതലും അവരുടെ രാജ്യത്തിൻ്റെ യഥാസ്ഥാപനവും, ഇങ്ങനെ പലവിധമായ പ്രവാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ആദ്യം മിസ്രയീമിന്റെ അടിമത്തത്തിൽ ഇവർ കിടക്കുന്നു.
അവിടെ നിന്നും 400 വർഷത്തിന് ശേഷമായിട്ട് ഇസ്രായേൽ ജനം പുറത്തു വരുന്നു. വാഗ്ദത്ത ജനം അടിമത്തത്തിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന് ഇവർ പുറത്തു വരുന്നു. അത്ഭുതങ്ങൾ കാണുന്നു, അടയാളങ്ങൾ കാണുന്നു, ദൈവപ്രവർത്തികൾ കാണുന്നു, വീര്യപ്രവർത്തികൾ അനുഭവിച്ചറിയുന്നു, മരുഭൂമിയിൽ മന്ന പൊഴിയുന്നു. അങ്ങനെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു കൂമ്പാരമെല്ലാം ഇവർ കണ്ട് ഈ പ്രവാസത്തിൻ്റെ അകത്തു നിന്നും ഇവർ പുറത്തു വന്നു. അത് ഒന്നാം പ്രവാസം. അതിനുശേഷമായിട്ട് രാജ്യമതാസ്ഥാനപ്പെട്ട് കഴിഞ്ഞിട്ടും ഇവരുടെ പ്രവാസത്തിനൊരു അവസാനം വരുന്നില്ല. ഇവർ വീണ്ടും അടിമത്തത്തിലേക്കൊക്കെ പോകുന്നു. ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് ദൈവം ഭരിക്കേണ്ടുന്ന ജനം, ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ തൃപ്തരല്ലായിരുന്ന ജനം, ഇവർ അവരുടെ സമയത്ത് രാജാവിനെ ചോദിച്ചു വാങ്ങിയ ജനം. ഈ രാജാവിൻ്റെ ഭരണകാലം ശൗലിനെ രാജാവായിട്ട് ജനം ആവശ്യപ്പെട്ട് ദൈവം അനുവദിച്ച് ഇവർ ഈ ശൗലിനെ രാജാവാക്കി വെച്ച്, ശൗലിന് ശേഷം ദാവീദ് രാജാവായി കടന്നു വന്ന്, അതിനുശേഷം തൻ്റെ മകൻ ശലോമോൻ രാജാവായിട്ട് കടന്നു വന്ന്, അതിനുശേഷമായിട്ട് ശലോമോന്റെ മകൻ രഹബയാമിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും അടിമനുഖത്തിലേക്ക് കടന്നു പോകുന്നു. അസീറിയുടെ അടിമത്തത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കൂട്ടം ഇസ്രായേൽ ജനം, ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കൂട്ടം യഹൂദ ജനം. രഹബയാമിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന അവരുടെ വാഗ്ദത്ത നാട് രണ്ടായി വിഭജിക്കപ്പെട്ട് 12 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നും വടക്കേ ഇസ്രായേൽ എന്നും, 2 ഗോത്രങ്ങൾ തെക്കേ ഇസ്രായേൽ എന്നും കിഴക്കേ ഇസ്രായേൽ എന്നും വിഭാഗിക്കപ്പെട്ട്, അനന്തരം ഈ 2 വിഭാഗങ്ങളും അല്ലെങ്കിൽ രണ്ടായി വിഭാഗിക്കപ്പെട്ട യഹൂദ എന്ന മേഖലയും ഇസ്രായേൽ എന്ന ആ മേഖലയും ആ ഭൂപ്രദേശവും, ഇത് രണ്ടും 2 തരത്തിലേക്കുള്ള അടിമത്തത്തിലേക്കൊക്കെ നയിക്കപ്പെടുന്നത് പഴയ നിയമ പുസ്തകങ്ങൾക്കകത്ത് വായിച്ചറിയുവാൻ, പഠിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. അസീറിയുടെയും ബാബിലോണിന്റെയും അടിമത്തത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തവും പ്രവാസവും എല്ലാം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്ന് പരിശോധിക്കുമ്പോൾ അടിമത്തങ്ങൾ അവരുടെ ദിനചര്യകളായി മാറുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തോട് കൂടി നിൽക്കേണ്ട ജനം, ദൈവവുമായുള്ള ബന്ധം പുലർത്തേണ്ട ജനം, ദൈവിക ബന്ധത്തിൻ്റെ അകത്തു നിന്നും മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ദൈവം അവരെ അടിമത്വത്തിലേക്ക് അയക്കുന്നതും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ, ദൈവവുമായുള്ള ആശ്രയം നഷ്ടപ്പെടുമ്പോൾ, ദൈവിക കൽപ്പന ജീവിതത്തിൻ്റെ അകത്തു നിന്നും നഷ്ടപ്പെടുമ്പോൾ ദൈവജനത്തിൻ്റെ അടിമത്തങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം ഞാൻ നിങ്ങളുമായി കൈമാറിയിട്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവം നൽകുന്ന കൽപ്പനകളും ദൈവം നൽകുന്ന ദൈവിക സന്ദേശങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക കൽപ്പനകളും മറന്നുകൊണ്ട്, അതിനെ മറുതലിച്ചുകൊണ്ട് ഞാനും നിങ്ങളും എന്തൊക്കെയോ ആണ് എന്നും പറഞ്ഞ് മുമ്പോട്ടുള്ള യാത്രയിൽ ജീവിത ചര്യകൾക്കകത്ത്, ജോലി മേഖലകൾക്കകത്ത്, പഠനത്തിൻ്റെതായ ആ മേഖലകൾക്കകത്ത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് മറ്റാരും കാണാത്ത വിധത്തിൽ എന്നെ ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്തയ്ക്കകത്തു നിന്നുകൊണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അകത്തു നിന്ന് പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ ആരെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഉപദേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൻ്റെ അകത്ത് വീഴ്ച വന്നു പോകുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നുള്ള ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അകത്തു നിന്നൊരു ഗ്യാപ്പ് വരുമ്പോൾ അവിടെ ഒരു പ്രവാസത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം കടന്നു പോവുകയാണ് എന്നുള്ളത് ഇന്നു പകൽ നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഏത് പ്രവാസത്തിൻ്റെ അകത്തേക്കാണ് നിങ്ങളുടെ ജീവിതം അപ്പോൾ കടന്നു പോകുന്നത്? ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട ജനത്തെ പിന്നെ ഭരിക്കുവാൻ വേണ്ടി കടന്നു വന്നത് അസീറിയയും ബാബിലോണും മറ്റ് മോവാബിരും അമ്മോന്യരും തുടങ്ങിയ ജാതീയ ശക്തികളായിരുന്നുവെങ്കിൽ ദൈവവുമായി
ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കളയുന്ന ഇന്നയുടെ ജനത്തോട്, ഇന്നയുടെ സഭയോട് ഒരു കാര്യം ഇപ്രകാരം കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ അകത്ത് പിന്നെ നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് അത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആയിരിക്കത്തില്ല, മറിച്ച് ലോകത്തിൻ്റെ അധിപതിയായ ആ പൈശാചികന്റെ ശക്തി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ അകത്ത് നടക്കാതെ വരുമ്പോൾ, പല അനുഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ അകത്ത് ലഭിക്കാതെ വരുമ്പോൾ, പ്രവാചകന്മാരുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് പ്രവചന ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോൾ പലരും പറയുന്നുണ്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ്, ദൈവം അനുഗ്രഹിക്കും. പക്ഷേ നിന്റെ ജീവിതം ക്രമപ്പെടുത്താതെ കുഞ്ഞെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹം കടന്നു വരത്തില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നിങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ അകത്ത് എവിടെ വീഴ്ച വന്നുപോയി എന്നുള്ള കാര്യം, എവിടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നൊരു അകൽച്ച വന്നുപോയി എന്നുള്ള കാര്യം, എവിടെയാണ് ഞാനും എൻ്റെ പിതാവും തമ്മിലുള്ള ആ ഗ്യാപ്പ് വന്നത് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞിട്ട് സ്വയം വിചിന്തനം ചെയ്തിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് മുഴങ്കാൽ മടക്കുവാൻ ദൈവ പൈതലേ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നീ കാണാത്ത, നീ അറിയാത്ത, നീ കേൾക്കാത്ത, നീ ഹൃദയത്തിൽ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങളെ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് വർഷിപ്പിക്കുവാൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ആ ദൈവം ശക്തനാണ് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു മടങ്ങിവരവ് ജീവിതത്തിൻ്റെ അകത്ത് വന്നാൽ മാത്രമേ, ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ കനാന്റെ അനുഭവം ജീവിതത്തിൻ്റെ അകത്തേക്കുണ്ടാകൂ. അനുഗ്രഹങ്ങൾ പ്രാപിച്ച ദൈവമക്കൾ, കനാന്റെ അനുഭവങ്ങൾ പ്രാപിച്ച, സമൃദ്ധിയുടെ അനുഭവങ്ങൾ പ്രാപിച്ച ദൈവമക്കൾ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അകത്തു നിന്നും മാറിപ്പോയി കഴിയുമ്പോൾ, ദൈവ ബന്ധം നഷ്ടപ്പെട്ട് മാറിക്കഴിയുമ്പോൾ ആ കനാന്റെ അനുഭവങ്ങളും അതോടൊപ്പം നഷ്ടപ്പെട്ടു പോകുകയാണ്. പിന്നെ എത്ര കൈയിട്ടടിച്ചാലും എത്ര കാലിട്ടടിച്ചാലും അത് നേടിയെടുക്കുവാൻ കഴിയാത്തതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ദൈവ ബന്ധം എവിടെയൊക്കെയോ ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവിക ബന്ധത്തിൻ്റെ അകത്തേക്ക് മടങ്ങി വന്നാലേ ജീവിതത്തിൻ്റെ അകത്ത് ഒരു സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ പ്രവാസകാലം ഇങ്ങനെ ഒരുപാട് വിശുദ്ധീകരിക്കുവാൻ വേണ്ടി പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്കുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അകത്ത് അടിമത്തത്തിൽ പോകുന്നു, അടിമത്തത്തിൽ കിടന്ന ജനം ദൈവത്തോട് നിലവിളിക്കുന്നു. നിലവിളി കേട്ട് അരിമനാഥനായ യഹോവയാം ദൈവം അവരുടെ നിലവിളിക്ക് ഉത്തരം നൽകിയിട്ട് അവരെ വീണ്ടും അടിമത്തത്തിൻ്റെ അകത്തു നിന്നും പുറത്തു കൊണ്ടുവരുന്നു. ഇങ്ങനെ അടിമത്തങ്ങളും പ്രവാസങ്ങളും വിടുതലുകളും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടം ജനത്തെ പഴയ നിയമ പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ, പുതിയ നിയമ പുസ്തകത്തിൽ പത്രോസ് പറയുന്നു നിങ്ങളുടെ പ്രവാസകാലം അത് ഭയത്തോടെ കഴിക്കണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാരിൽ പരദേശിയാണ്. അത് യഹൂദനെന്നില്ല, യവനനെന്നില്ല. ക്രിസ്ത്യാനി പാരിൽ പരദേശിയാണെന്നും യഹൂദൻ പരദേശിയാണെന്നും മനുഷ്യനായി ജനിച്ച ഏതൊരുവനും ഈ പാരിൽ പരദേശിയാണെന്നും വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. മനുഷ്യന്റെ ശരീരത്തിലെ ആത്മാവ് അത് അവനെ അയച്ചവനിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക്, അവൻ പ്രിയം വച്ച ക്രിസ്തുവിലേക്ക്, ആ ആത്മാവിനെ നൽകിയവങ്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇവിടുത്തെ ടെമ്പററിയായ ഈ ഭൗമ ശരീരം ഈ മണ്ണിൽ സംസ്കരിക്കപ്പെട്ട് കൃമികൾക്കത് ആഹാരമായി മാറുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും ഇവിടെ കാലാകാലങ്ങളോളം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാനത്തോളം ഇങ്ങനെ ജീവിച്ചിരിക്കുവാനുള്ളവരല്ല. നമുക്കിവിടുന്ന് പറന്നു പോകാനുണ്ട്, നമുക്കിവിടുന്ന് യാത്ര ചെയ്യുവാൻ വേണ്ടിയുണ്ട്. ഈ ലോകം നമുക്കൊരു ശാശ്വതമായ ഇടമല്ല, ഈ ലോകം നമുക്ക് സ്ഥിരമായുള്ളൊരിടമല്ല. ഇവിടെ നമ്മൾ പരദേശിയാണ്, ഇവിടെ നമ്മൾ പ്രവാസിയാണ്. ഇസ്രായേലിനോട് ചോദിച്ചാൽ അറിയാം പ്രവാസത്തിൻ്റെ ആ കയ്പിൻ്റെ അവസ്ഥ എന്താണെന്ന്, ആ പ്രവാസത്തിൻ്റെ കഷ്ടത എന്താണെന്ന് ഇസ്രായേൽ ജനത്തോട് ചോദിച്ചാൽ അവർ പറയും പ്രവാസകാലത്ത്
ഞങ്ങൾ കടന്നുപോയ, ഞങ്ങളെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയ ദേശത്തിൻ്റെ അകത്തെ ആ അധിപതികൾ ഞങ്ങളെ കഠിനമായിട്ട് വേല ചെയ്യിപ്പിച്ചു. ശാരീരികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു, മാനസികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു, സാമ്പത്തികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പലവിധമായ ബുദ്ധിമുട്ടുകൾക്കകത്തോടുകൂടിയാണ് ഞങ്ങളുടെ പ്രവാസകാലം കഴിച്ചുകൂട്ടിയത്. അങ്ങനെയെങ്കിൽ ഓരോ ക്രിസ്ത്യാനികളും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, പത്രോസ് നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിനെന്ന് പറയുമ്പോൾ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരും പ്രവാസികളായിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രവാസകാലത്തിൻ്റെ അകത്ത് കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, പ്രതിസന്ധിയുണ്ട്, പ്രതികൂലമുണ്ട്, രോഗമുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊന്നും പതറിപ്പോകരുത്. എത്ര കഷ്ടത വന്നാലും, പ്രതിസന്ധി വന്നാലും, പ്രതികൂലം വന്നാലും അതിൻ്റെ അകത്ത് ദൈവജനത്തെ കരുതുന്നൊരു അരിമനാഥൻ യേശു കർത്താവുമുണ്ട്. ഈ പ്രവാസത്തിൻ്റെ അകത്ത് എന്നെയും നിങ്ങളെയും കൈവിടാതെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ഈ പ്രവാസകാലം അത് ഭയത്തോടെ കഴിക്കുവാൻ വേണ്ടിയുള്ളതാണ്. എന്തിനാണ് ഈ പ്രവാസകാലം? അത് ഭയത്തോടെ കഴിക്കേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൻ്റെ അകത്ത് ഒരുപാട് ബന്ധുമിത്രാദികളുള്ളവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ഇവിടെ നിന്നും ഒരു വ്യക്തി ജോലിക്ക് വേണ്ടിയിട്ട് ജർമ്മനിക്കോ ഓസ്ട്രേലിയക്കോ അമേരിക്കയിലോ യൂറോപ്യൻ കൺട്രികളിലോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെതായ നിയമ സംഹിതകളുണ്ട്. നമ്മുടെ രാജ്യത്തിനുള്ളതുപോലെ തന്നെ സകല രാജ്യങ്ങൾക്കും അവരുടേതായ നിയമങ്ങളും നിയമ സംഹിതകളുമുണ്ട്. അതൊരു വ്യക്തി അനുസരിച്ച് അതിൻ പ്രകാരം യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ പ്രവാസിയായിട്ട് കടന്നു ചെന്ന ആ നാട്ടിൽ നിന്നും തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. അവൻ അവിടെ ചെന്നിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം അവിടുത്തെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളെയെല്ലാം അമ്പയെ തിരസ്കരിച്ചുകൊണ്ടൊരു ജീവിതം നയിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് വീണ്ടും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. പകരം ആ വ്യക്തി ആ ഗവൺമെന്റിന്റെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് അടയ്ക്കപ്പെടുവാൻ കാരണമായി തീരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവൻ അവിടുത്തെ നിയമങ്ങളും നിയമ സംഹിതകളും ഒന്നും അവൻ പാലിച്ചില്ല. അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം അവനവിടെ അനുഷ്ഠിച്ചതുകൊണ്ട് അതിൻ്റെ പരിണതഫലം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ അവിടുത്തെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് അടയ്ക്കപ്പെടും. ഒരുപക്ഷെ അവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുവാനും കാരണമായി തീരും. ഒരു പ്രവാസിയായിരിക്കുന്ന മനുഷ്യൻ ആ രാജ്യത്തിൻ്റെ സംഹിതകളും രാജ്യത്തിൻ്റെ നിയമങ്ങളും അത്രമാത്രം ഭയക്കണമെങ്കിൽ, അത്രമാത്രം അനുസരിക്കേണ്ടതുണ്ട് എങ്കിൽ, ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും എത്രമാത്രം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നിയമങ്ങളെയും നിയമ സംഹിതകളെയും ഉപദേശങ്ങളെയും മുറുകെ പിടിക്കണം. ദൈവവചനത്തെ അനുസരിക്കാതെ ദൈവവചന ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉപദേശങ്ങൾ വേണ്ട എന്ന് പറഞ്ഞൊരു കൂട്ടം പെന്തക്കോസ്തിൻ്റെ പേരും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആട്ടിൻതോലിട്ട് ചെന്നായ്ക്കളുള്ള ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് ഉപദേശങ്ങൾക്കും ഉപദേശ സത്യങ്ങൾക്കും സ്ഥാനമില്ലാത്ത ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് ഒരു കൂട്ടം വ്യത്യസ്തമായിട്ട് ദൈവവചനത്തിനും ദൈവവചന സത്യങ്ങൾക്കും ഉപദേശങ്ങൾക്കും വേണ്ടി നിലനിൽക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു പോയി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ഒരു പ്രവാസിയായിരിക്കുന്ന വ്യക്തി ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അത്രമാത്രം അവനതിനെ അനുസരിക്കണമെങ്കിൽ, ഒരു ഭക്തനായ മനുഷ്യൻ, ഒരു ദൈവപുരുഷനായ മനുഷ്യൻ അവൻ വേദപുസ്തകത്തെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് അവൻ്റെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ അവൻ പ്രിയം വെച്ച, അവൻ ആശ വച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വസ്തയോടെ നിന്ന, വിശുദ്ധിയോടെ നിന്ന പൂർവ്വപിതാക്കന്മാർ, മരണത്തിലും ക്രിസ്തുവിനെ തള്ളിക്കളയാവുന്ന പൂർവ്വപിതാക്കന്മാർ അവരെത്തിച്ചേർന്ന ആ നിത്യതയുടെ തുറമുഖത്ത് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ പ്രവാസകാലം അത് ഭയത്തോടെ വേണം കഴിക്കാൻ. ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്തുപെട്ട് പഠിക്കുവാൻ പോയ
ആ പഠന മേഖലകൾക്കകത്ത് കൂട്ടുകാരൻ നീട്ടിവെച്ച ഒരു ചെറു പൊതി നിവർത്തി അതിലെ വെള്ളപ്പൊടിയൊക്കെ എടുത്ത് അതൊക്കെ ഉപയോഗിച്ച് ഒരു സിറിഞ്ചിൻ്റെ അകത്ത് കുത്തിയ എന്തോ രാസലഹരിയൊക്കെ ശരീരത്തിൻ്റെ അകത്തേക്ക് കുത്തി കയറ്റുമ്പോൾ ഒരു സമയം പോക്കിന് വേണ്ടി ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ലിക്കറൊക്കെ ഒഴിച്ചു കുടിക്കുമ്പോഴും, പ്രിയ സ്നേഹിത, നീ അറിഞ്ഞ, നീ കേട്ട ആ ദൈവ വചനത്തിൻ്റെ സത്യത്തിൽ നിന്ന് പ്രിയ കുഞ്ഞെ, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, നിങ്ങൾ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ നമ്മുടെ അരിമനാഥൻ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്നെയും നിങ്ങളെയും ആ നിത്യതയുടെ ഓഹരിക്കാരാക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ ചങ്കിലെ ചോര ഊറ്റിത്തന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറന്നുകൊണ്ട് പ്രിയ കുഞ്ഞെ മാറിപ്പോകരുത്. ഇതൊരു പ്രവാസ കാലഘട്ടമാണ്. ഈ പ്രവാസ കാലഘട്ടത്തിൻ്റെ അകത്ത് ക്രിസ്തുവിനെ നോക്കി മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഗലാത്യ ലേഖനത്തിൻ്റെ അകത്ത് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കെ നിങ്ങൾ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? ലോകത്തിൻ്റെ ശക്തികളും ലോകത്തിൻ്റെതായ ആഡംബരങ്ങളും മോഹങ്ങളും. പ്രിയ ദൈവ പൈതലേ, നിങ്ങളെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഇടവരുത്തരുത്. വീണു പോകുവാനുള്ള, വീഴ്ത്തിക്കളയുവാനുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് യാത്ര ചെയ്യുന്നതാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ യഥാർത്ഥ ദൗത്യം എന്ന് പറയുന്നത്. എഫെസോസ് എന്ന സഭയെ പൗലോസിൻ്റെ കൈക്കീഴിൽ ഉപദേശം കൈക്കൊണ്ട സഭയെ വീഴ്ത്തിക്കളഞ്ഞ ആ പൈശാചിക ശക്തി, ശലോമോന്റെ പല്ലക്കന്റെ മുമ്പിൽ കടന്നു പോകില്ല എന്ന് പറഞ്ഞു മാറി നിന്ന ശൂലേംകാരത്തി, ഇവരുടെയെല്ലാം മനസ്സ് പതറിയ കാര്യങ്ങൾ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. എഫെസോസിന്റെ സഭ വീണുപോയ കാര്യം ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തുന്നു. വീഴ്ത്തിക്കളയുവാൻ ശത്രുവിൻ്റെ കരങ്ങൾ പൊങ്ങുമ്പോഴും തകർത്ത് കളയുവാൻ ശത്രു ശ്രമിക്കുമ്പോഴും ഈ പ്രവാസകാലത്തോടുകൂടി കാരാഗ്രഹത്തിൻ്റെ അകത്ത് നിന്നെ തള്ളുവാൻ ശത്രു ശ്രമിക്കുമ്പോഴും പ്രവാസകാലത്തിൽ നിയമം തെറ്റിച്ച് നിയമസംഹിതകളെ അനുസരിക്കാതെ ഒരുവൻ ആ രാജ്യത്തിൻ്റെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് അടയ്ക്കപ്പെടുന്നത് പോലെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അവൻ ദൈവ വചനത്തിൻ്റെ സത്യങ്ങളെ അനുസരിക്കാതെ, ആ സംഹിതകളെ ഉപദേശങ്ങളെ അനുസരിക്കാതെ അത് തെറ്റിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ പൈശാചികൻ ഒരുക്കുന്ന കാരാഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് പറയുന്ന ഒരു രണ്ടാം മരണമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാം മരണം. ആ രണ്ടാം മരണം എന്ന കാരാഗ്രഹത്തിൻ്റെ അകത്തേക്ക് തള്ളിയിടുവാൻ വേണ്ടിയാണ് പ്രിയ ദൈവ പൈതലേ അവൻ്റെ ലക്ഷ്യവും അവൻ്റെ പദ്ധതിയും എന്ന് പറയുന്നത്. അവൻ്റെ പദ്ധതിയെ തിരിച്ചറിയാതെ ആ രണ്ടാം മരണത്തിന് ഓഹരിക്കാരാകരുത് എന്നുള്ള ആഹ്വാനം നിങ്ങളുമായിട്ട് ഞാൻ കൈമാറുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, കഷ്ടങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, പ്രലോഭനങ്ങൾ വന്നാലും ജീവിതത്തിൻ്റെ അകത്ത് വിശുദ്ധി കാത്തുകൊണ്ട്, വിശ്വാസം കാത്തുകൊണ്ട്, ദൈവവുമായുള്ള ബന്ധത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധിയോടെ കാത്ത് ഈ പ്രവാസകാലം അത് ഭയത്തോടെ കഴിച്ച്
കാൽവരുടെ ഗിരിമുകളിൽ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നാറ്റ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം മറക്കാതെ വേണം ഞാനും നിങ്ങളും ഓരോരുത്തരും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാനെന്നുള്ള ആഹ്വാനത്തോടു കൂടി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. എന്നെ കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കൽവറിയുടെ ഗിരിമുകളിൽ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിരാമം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.